അല്ല ഗൗരി, ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ അതെനിക്ക് എന്നാ മതി, ഞാനത് അവന് കൊടുത്തോളാം. പിന്നെ അവനത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചെന്നേക്കാം. എന്താ ഗൗരി, കാര്യം പറ. എന്താ പറ്റിയത്? നമുക്ക് പോവാം ചേട്ടാ. എനിക്ക് വയ്യ ഇനി ഇവിടെ പഠിക്കാൻ. പഠിപ്പ് നിർത്തി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ചെറുതായിപ്പോയി. ഇനി അവരുടെ അടുത്ത് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഇത്ര സില്ലിയാണോ എന്റെ അനിയത്തി? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ കോളേജ് വിട്ടോടുന്നത്? മോളൊരു തമാശ കാണിച്ചു, അവരും കാണിച്ചു. എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളത്, ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ. അതതിന്റെ സ്പിരിറ്റിലങ്ങ് എടുത്താൽ മതി. നമുക്കേ തരം കിട്ടുമ്പോ പകരം വിട്ടു. എന്റെ കൂട്ടുകാര് വിഷമിക്കുന്നുണ്ടപ്പോ പെട്ടെന്നൊരു വാശി കയറി ചെയ്തതാ, അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ അർജുൻ. അതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും. ഞങ്ങള് ചേട്ടനും അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓക്കെ ബൈ. ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത്. അർജുൻ മാപ്പും പറഞ്ഞു. എന്താ സമാധാനമായില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരിക്കേ. I'm straight. Bend down, bend down. Breathe. ഗുഡ് മോർണിംഗ് സാർ. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ, അടുത്തപടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിന്? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും. ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യണോ? എന്റെ നടുവ്. സോറി. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും പിടിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവര് ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി? അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് ഇട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. ഞാനത് ബുൾസയും ഓംലറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. മച്ചറിഞ്ഞോ, അർജുനോട് ഹൈജം പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പോ? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്കുക. ഓട്ടത്തിന്റെ കൂടെ ഹൈജമ്പ് കൂടിയും പ്രാക്ടീസ് ചെയ്തിരുന്നത് മച്ചാ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത് മച്ചാ. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലട്ടോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരീ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നും? ചെല്ലും മച്ച. മച്ചാൻ ഈ കോളേജിലെ ഹൈജമ്പ് ചാമ്പ്യൻ അല്ലേ? ചെന്നൊരു മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോന്ന്. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി. നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോവാ മച്ചാ. മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതൊക്കെ മറക്ക്. നമുക്ക് നമ്മുടെ മാന വരും.
മച്ചെന്ന് ചാട്, ഞങ്ങൾ കൈയടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ആടാ ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു. അവനോടാ കളി. ഗൗരി വാ, ആ അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂവി ഒളിപ്പിക്കണം. നീ വാ. വെൽ ഡൺ. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. ഷുവർ സർ. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താ മച്ച ആടിയിരിക്കണേ. മച്ച പെട്ടുപോയി, ഇനി ചാടിയേ പറ്റൂ. മച്ചാ, നമ്മുടെ മൊണോപ്പൊളി പൊളിക്കരുത്. അടിച്ചെന്റെ മോണെ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. അയ്യോ മച്ച, പ്രോബ്ലം ഇല്ല. കമോൺ കമോൺ മച്ചാ, മൊണോപ്പൊളി ഇവിടെ അല്ലേ? കമോൺ മച്ച. ചാമ്പ്യനാ അലവലാതി. അർജുൻ പോയത് നന്നായില്ലെങ്കിൽ പിന്നെയും ചമ്മിയനെ. വടി പോവാ. മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ മച്ച, കാണാട്ടോ. നീ ഒറ്റയ്ക്ക് ആടി പഠിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യോ അയ്യോ എന്റെ കോഴി. അയ്യോ എന്റെ കോഴികളെ കാണാനില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മച്ചാന്റെ ക്യാപ്റ്റൻസിക്ക് ഒരാട്ടം കോട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ഗൗരിക്കും ഒരാട്ടം കോട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ. അത് സംശയമൊന്നല്ല, സത്യമല്ലേ? ആ മച്ചാൻ തോന്നുഞ്ഞായിരുന്നോ അവൻ പെണ്ണു കൊണ്ട് പോകും. എന്റെ അമ്മേ, ചവിട്ടിന്റെ എന്നെയല്ല, ചവിട്ടി അർജുനെ പോയി ചവിട്ട്. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ എന്റെ കോഴി. അയ്യോ, കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാന്ന്. പറ്റുകളെ, എന്റെ വയറ്റിൽ പിഴപ്പാണ് നിങ്ങൾ കഴിക്കണത്. എനിക്ക് അതിന്റെ കാശ് കിട്ടണം. കാശാ? കോഴി കാശും കൊണ്ടാടാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തേ കാണിച്ചേ? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്ന കാശ് കൊടുറാ. കാശ് കൊടുത്തില്ലെങ്കിൽ താനിതിൽ ഇടപെടണ്ട. ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നം. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റാണ്. അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോകും. നീ കാശും കൊണ്ടേ പോകൂ, അല്ലടാ. ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യുന്നു? വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യൂടാ?